നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പൗരത്വ ഭേദഗതി ബിൽ അഥവാ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിയമത്തെ സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതായത് ഈ നിയമത്തെ അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ നിയമത്തെ എതിർത്തുകൊണ്ടും പലരും പല ഭാഗത്തു നിന്നും അവരവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ CAA എന്ന് പറയുന്നത് എന്താണെന്നും എന്തുകൊണ്ടാണ് ഈ ഒരു നിയമം ഇത്രയധികം വിമർശനങ്ങൾക്ക് വിധേയമാകുന്നതെന്നും എന്തൊക്കെയാണ് ഈ ഒരു ആക്ടിൽ വിശദീകരിച്ചിരിക്കുന്നത്, ഈ ഒരു ആക്ടിന്റെ ചരിത്രം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയതാണ് ഈ ഒരു പുതിയ ബില്ല്. ഈ ഒരു നിയമപ്രകാരം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 ഇന്ത്യയിലെത്തിയവർക്ക് മാത്രമായിരിക്കും ഈ ഒരു നിയമം ബാധകമായി വരിക. അത് മാത്രമല്ല, വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു നിയമപ്രകാരം പൗരത്വാവകാശം നൽകുകയുള്ളൂ. മുൻപ് കുറഞ്ഞത് 11 വർഷം രാജ്യത്ത് സ്ഥിരമായി താമസിക്കുന്നവർക്ക് മാത്രമേ പൗരത്വം നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് 6 വർഷമായിട്ട് ചുരുക്കിയിട്ടുമുണ്ട്. വിസ, പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നവരെയാണ് നമ്മൾ നിയമപ്രകാരം അനധികൃത കുടിയേറ്റക്കാർ അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പരിഗണിക്കാറുള്ളത്. 1946 വിദേശ നിയമം, 1920 പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയെല്ലാം പരിഗണിച്ച് അനധികൃത കുടിയേറ്റം എന്നത് ഒരു ശിക്ഷാർഹമായ കാര്യമാണ്. മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ 2015, 2016 വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു. അങ്ങനെയുള്ളവർക്ക് പൗരത്വാവകാശം നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി. പൗരത്വ നിയമം ലംഘിക്കുന്ന വിദേശികളായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുടെ OCI രജിസ്ട്രേഷൻ റദ്ദാക്കുവാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ബില്ല് ബാധകമായിരിക്കുകയില്ല. അരുണാചൽ, മിസോറാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കുവാൻ പെർമിറ്റ് ആവശ്യമായിട്ടുള്ള പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിൽ വരുന്നവയല്ല. പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കുന്നതിലൂടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം. അതുകൂടാതെ സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം. അങ്ങനെ ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ. 2014 BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ എന്നത്. 2016 ജൂലൈ 19 ആദ്യമായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 12 ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറുകയും ചെയ്തു. 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകിയത്. 2019 ജനുവരി 8 ബില്ല് ലോക്സഭ പാസാക്കി. എന്നാൽ രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കാതിരുന്ന സാഹചര്യത്തിൽ 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബില്ല് അസാധുവായി. വീണ്ടും ഡിസംബർ 4 കേന്ദ്രമന്ത്രിസഭ ബില്ല് അംഗീകരിക്കുകയും 9ാം തീയതി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. അന്ന് 311 വോട്ടുകൾക്ക് ലോക്സഭയിൽ ബില്ല് പാസ്സാകുകയും ചെയ്തു. അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ പൗരത്വ രജിസ്ട്രേഷന്റെ അഥവാ NRCയുടെ അന്തിമ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ അന്ന് 40.7 ലക്ഷം പേരാണ് പുറത്തായത്. ഇത് പിന്നീട് വലിയ സങ്കീർണതയിലേക്ക് വഴി തുറക്കുകയുണ്ടായി. അസമിലെ പൗരത്വ വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി മാറി. അതുമാത്രമല്ല, രാജ്യത്തിന് മുമ്പിലുള്ള ഒരു മാനുഷിക പ്രശ്നമായും അത് മാറി. അന്തിമ പട്ടിക തയ്യാറായിട്ടില്ലെങ്കിലും കരട് രജിസ്റ്ററിൽ പുറത്തായവരിൽ 28 ലക്ഷം ഹിന്ദുക്കളും 10 ലക്ഷം മുസ്ലിങ്ങളും ബാക്കി മറ്റു വിഭാഗക്കാരുമാണ്. അനധികൃത കുടിയേറ്റക്കാരായിട്ടാണ് ഇവരെ സർക്കാർ കണക്കാക്കുന്നത്. ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, പാഴ്സി, ബുദ്ധ, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കും. എന്നാൽ മുസ്ലിങ്ങളെ കുറിച്ച് ഇതിനകത്ത് പരാമർശിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി ബില്ല് അസമിലെ 10 ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുമെന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. 1971 മുമ്പ് തന്നെ ഇന്ത്യയിൽ താമസിക്കുന്ന കോടിയിലധികം ആളുകളിൽ അന്നത്തെ രേഖയില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ അവരെ വിദേശിയാക്കും എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ വിമർശനങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യൻ അക്കാദമിക് പ്രതാപ് ഭാനു മേത്തയും ഭരണഘടനാ നിയമ പ്രൊഫസറായ ഫൈസാൻ മുസ്തഫയും ബില്ലിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ലംഘനമായിട്ടാണ് വിലയിരുത്തിയത്. ഇത് സാമുദായിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇന്ത്യയെ ധ്രുവീകരിക്കുമെന്നും പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബില്ലിനെ എതിർക്കുകയുണ്ടായി.
1985 അസാം കരാർ ലംഘിച്ചതിനാലും അവരുടെ സംസ്കാരത്തിന് ഭീഷണിയായതിനാലും വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ജനങ്ങൾ സ്വാഭാവികമായും ബില്ലിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ബില്ലിനെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വിമർശിക്കുകയും ബില്ല് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു. അതുകൂടാതെ ഈ ഒരു ബില്ല് ഇന്ത്യൻ മുസ്ലിങ്ങളെ സ്ഥാനരഹിതരാക്കുമെന്ന് മുസ്ലിം MP അസദുദ്ദീൻ ഒവൈസിയും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇന്റലിജൻസ് ബ്യൂറോ രേഖകൾ പ്രകാരം ബില്ലിന്റെ ഉടനടിയുള്ള ഗുണഭോക്താക്കൾ എന്നത് 30,000-ലധികം പേർ മാത്രമായിരിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങ് കേരളത്തിൽ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കുകയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഭരണപക്ഷ പ്രതിപക്ഷ പാർട്ടികളും പ്രതികരിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് ഇതിനെ അനുകൂലിക്കുന്നവരുടെയും അതുപോലെ തന്നെ പ്രതികൂലിക്കുന്നവരുടെയും വാദങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിനെ അനുകൂലിക്കുന്നവർ പ്രധാനമായും പറയുന്ന ഒരു വാദം, സ്വന്തം രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട് നിക്കക്കള്ളിയില്ലാതെ മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിക്കേണ്ടി വരുന്നവരോട് കരുണ കാണിക്കേണ്ടത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണെന്നും ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യം അത്തരത്തിലുള്ള മാനുഷിക മൂല്യം കാത്തു സംരക്ഷിക്കേണ്ടവരാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം അവർക്ക് ആശ്വാസകരമായിരിക്കുമെന്നൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ. അപ്പോൾ ഇതിനെ പ്രതികൂലിക്കുന്നവർ പറയുന്നത്, ഇത് മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് മതപരമായിട്ടുള്ള ഒരു വേർതിരിവും കാണിക്കുന്നുവെന്നാണ്. കാരണം ഈ ഒരു നിയമം പരിഗണന നൽകുന്നത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ ഭരണഘടന പ്രകാരം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് മേൽ യാതൊരുവിധ വേർതിരിവും കാണിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കേസിൽ ഒരു വിഭാഗക്കാരോട് മാത്രം വേർതിരിവ് കാണിക്കുന്നത് ഭരണഘടനാ ലംഘനമല്ലേ എന്നൊരു ചോദ്യവും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ അനുകൂലിക്കുന്നവരുടെ മറുപടി എന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 പ്രകാരം മതപരമായിട്ടുള്ള ഒരു വേർതിരിവ് ജനങ്ങൾക്ക് മേൽ കാണിക്കാൻ പാടില്ല എന്നത് ശരി തന്നെയാണ്. പക്ഷെ അത് ബാധകമായിട്ടുള്ളത് ഇന്ത്യൻ പൗരന്മാർക്ക് മേൽ മാത്രമാണ് എന്നതാണ്. കാരണം ഈ ഒരു നിയമത്തിൽ വരുന്നവരെല്ലാം തന്നെ അനധികൃത കുടിയേറ്റക്കാരാണ്, അവരൊരിക്കലും ഇന്ത്യൻ പൗരന്മാരല്ല. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരോട് ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവരുടെ വാദം. അപ്പോൾ അവിടെയും വേറൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പാകിസ്ഥാനിൽ അഹമ്മദിയ എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ സ്വയം മുസ്ലിംസ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അവർ നോൺ മുസ്ലിംസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അഭയാർത്ഥികളായി വരുമ്പോൾ അവർക്ക് ഈ ഒരു നിയമം ബാധകമല്ലേ എന്നൊരു ചോദ്യവും അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു വിമർശനമാണ്, ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് കേവലം 3 രാജ്യങ്ങൾ മാത്രമാണ്. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങൾ. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഈ 3 രാജ്യങ്ങളിലും മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിംസ് ആണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിംസ് മെജോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? എന്തുകൊണ്ട് ശ്രീലങ്ക, ടിബറ്റ്, മ്യാൻമർ പോലുള്ള അയൽ രാജ്യങ്ങൾക്ക് ഇത് ബാധകമല്ല എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. കാരണം ടിബറ്റിലെ നിരവധി ബുദ്ധിസ്റ്റുകൾക്കും അതുപോലെ തന്നെ മ്യാൻമറിലെ റോഹിംഗ്യാസ് പോലുള്ള കമ്മ്യൂണിറ്റികൾക്കൊന്നും തന്നെ ഈ ഒരു നിയമത്തിന്റെ ആനുകൂല്യം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നൊരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു മറുപടി എന്ന രീതിയിൽ ഇതിനെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന വാദം എന്തെന്നാൽ, ഈ 3 രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള അഭയാർത്ഥി പ്രശ്നങ്ങളിൽ ചരിത്രപരമായി ഇന്ത്യക്കും പങ്കുണ്ട് എന്നാണ്. അപ്പോഴും മറ്റൊരു സംശയം ബാക്കിയായിട്ട് നിൽപ്പുണ്ട്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ശ്രീലങ്കയും ടിബറ്റും മ്യാൻമറും ഒക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലേ എന്നൊരു ചോദ്യവും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്, മുഗൾ കാലഘട്ടത്തിലെ തെളിവുകൾ പോലും കോടതി പരിഗണിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ച് പിന്നിലേക്കുള്ള ചരിത്രത്തെ കൂടെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൂടാ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പിന്നെ പ്രധാനമായും ഉയർന്നു വരുന്ന മറ്റൊരു വിമർശനമാണ്, അതായത് 4.5 വർഷം മുൻപ് കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ ചട്ടങ്ങൾ 9 തവണ എക്സ്റ്റൻഷൻ വാങ്ങി ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കൊണ്ടുവരുന്നതിന് തൊട്ടു മുമ്പ് ഈ ഒരു നിയമം കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നിങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ നിരവധി വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിട്ടുള്ള ഒരു നിയമമാണ് ഈ പൗരത്വ ഭേദഗതി ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് പൗരത്വ ഭേദഗതി ബിൽ അഥവാ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്താണെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് തരിക എന്നതാണ്. അപ്പോൾ ഈ ഒരു ബില്ലിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഈ ഒരു ബില്ലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നും വിശ്വസിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.